വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുവാൻ ഇടുക്കി പ്രസ് ക്ലബ് കളക്ഷൻ സെന്റർ വഴി സമാഹരിച്ച അവശ്യ സാധനങ്ങൾ തൊടുപുഴ താലൂക്ക് ഓഫീസിന് കൈമാറി. പ്രസ് ക്ലബ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർ സിവിൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് സാധനങ്ങൾ തഹസിൽദാർ AS ബിജിമോൾക്ക് കൈമാറിയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദുരന്തമുണ്ടായ വയനാട്ടിൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും കളക്ഷൻ സെന്ററുകൾ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇടുക്കി പ്രസ് ക്ലബ് സമാഹരിച്ച പായ്ക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ, കുപ്പിവെള്ളം, പുതിയ വസ്ത്രങ്ങൾ, സെറ്ററുകൾ, കമ്പിളി, ബെഡ്ഷീറ്റുകൾ, സാനിറ്ററി നാപ്കിൻസ്, മരുന്നുകൾ അടക്കമുള്ള 17 ഇനം അവശ്യ സാധനങ്ങൾ തൊടുപുഴ തഹസിൽദാർ AS ബിജിമോൾക്ക് കൈമാറി. ഇടുക്കി പ്രസ് ക്ലബ്ബ് വയനാടിന് നൽകിയ സഹായം നന്ദിയോടെ സ്വീകരിക്കുന്നതായി തഹസിൽദാർ പറഞ്ഞു. ഉരുൾപൊട്ടൽ മൂലം കഷ്ടപ്പെടുന്ന നമ്മുടെ വയനാട്ടിലെ ജനങ്ങൾക്ക് കരുതലും കൈത്താങ്ങുമായി ഇടുക്കിയിലെ പ്രസ് ക്ലബ്ബ് അംഗങ്ങൾ തന്ന ഈ സംഭാവന എല്ലാ നന്ദിയോടും കൂടി ഞാൻ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ പേരിൽ എല്ലാവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇത് എത്തേണ്ട കൈകളിൽ എത്തുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. കേരള ജനത ഒറ്റക്കെട്ടായി നേരിട്ട ദുരന്തത്തിൽ മാധ്യമപ്രവർത്തകരും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സഹായം എത്തിക്കുക എന്ന ശ്രമത്തിന്റെ ഭാഗമായാണ് കളക്ഷൻ നടത്തിയതെന്ന് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളിയിലും പറഞ്ഞു. കേരളം ഒരു വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഈ ഒരു വേളയിൽ കേരളത്തിലെ മനസ്സാക്ഷി, കേരള ജനത മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് വയനാടിനൊപ്പം നിൽക്കുന്ന ഒരു വേളയിൽ ഇടുക്കി ജില്ലയിലെ മാധ്യമപ്രവർത്തകരും തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ഒരു സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതിയുടെ നിർദ്ദേശപ്രകാരം 14 ജില്ലകളിലും ആവശ്യമായ സാധന സാമഗ്രികൾ കളക്ട് ചെയ്തുകൊണ്ട് വയനാട് ദുരന്തബാധിതരെ സഹായിക്കുവാനായിട്ട് എത്തിക്കുവാനുള്ള ശ്രമം നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടുക്കി പ്രസ് ക്ലബ്ബും ഈ ഒരു സംരംഭത്തിലെ പങ്കാളികളായിക്കൊണ്ട് ഞങ്ങളാവുന്ന വിധം മറ്റ് അഭ്യുദയകാംക്ഷികളുടെ സഹായ സഹകരണങ്ങളോട് കൂടിയാണ് 17 ഇന ഐറ്റങ്ങൾ അല്ലെങ്കിൽ സാധന സാമഗ്രികൾ ഞങ്ങൾ കളക്ട് ചെയ്ത് ഇന്നിവിടെ തഹസിൽദാർക്ക് കൈമാറുന്നത്. കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയത് ബഹുമാനപ്പെട്ട കളക്ടർ വി വിഘ്നേശ്വരി മാഡമാണ്. മാഡത്തിനുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ, വൈസ് പ്രസിഡന്റ് ലത്തീഫ് കാസിം അടക്കമുള്ള ഭാരവാഹികൾക്ക് പുറമെ LR തഹസിൽദാർ KH സക്കീർ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ VV സുഭാഷ്, അനിത VP, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. KM Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Todupuzha.